ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് സ്പേസ് മലയാളം. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മൾ ഗിവേവേകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഗിവേവേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. 7000 രൂപ ബഡ്ജറ്റിൽ റിയൽമി C3 ഇറങ്ങിയിരിക്കുകയാണ്. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോണാണ്. 5000 mAh ബാറ്ററി, 6.5 ഇഞ്ച് മിനി ഡ്രോപ്പ് ഡിസ്പ്ലേ, MediaTek Helio G70 പ്രൊസസ്സർ, AI ഡുവൽ ക്യാമറ, അങ്ങനെ ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് റിയൽമി C3 ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ ഫസ്റ്റ് ലുക്ക് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ 6ാമത്തെ ഗിവേവേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 6ാമത്തെ ഗിവേവേയിൽ വിന്നറിന് നമ്മൾ കൊടുക്കുന്നത് JBLൻ്റെ C50 എന്ന് പറയുന്നൊരു വയേർഡ് ഹെഡ്സെറ്റ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗിവേവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ആ ഗിവേവേയിലേക്ക് ഒന്ന് പങ്കെടുക്കുക. നമ്മൾ ഗിവേവേയിൽ പങ്കെടുക്കാനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റൊരു വീഡിയോയുടെ ലിങ്ക് കൂടിയും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി ആ വീഡിയോ കണ്ട് അതിൻ്റെ താഴെയും ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്യാം. അത് റിയൽമി 5i വേഴ്സസ് റിയൽമി 5Sൻ്റെ സ്പീഡ് ടെസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിൻ്റെ താഴെ ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ 2 വീഡിയോയുടെ താഴെയാണ് 6th ഗിവേവേക്ക് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. റിയൽമി C3 സെയിൽ നടക്കുന്നത് ഫ്ലിപ്കാർട്ടിലാണ്. 3GB 32GB വേരിയൻറ്റ് 7000 രൂപയ്ക്കും 4GB 64GB വേരിയൻറ്റ് 8000 രൂപയ്ക്ക് അവൈലബിൾ ആണ്. റിയൽമി C3 2 കളർ വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഫ്രോസൺ ബ്ലൂ ആൻഡ് ബ്ലേസിംഗ് റെഡിലാണ് റിയൽമി C3 അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ഇത്തവണയും നമുക്കൊരു യെല്ലോ കളർ ബോക്സ് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബോക്സ് ആണ്. 5000 mAh ബാറ്ററി, Helio G70 പ്രൊസസ്സർ, 6.5 ഇഞ്ച് മിനി ഡ്രോപ്പ് ഡിസ്പ്ലേ, AI ഡുവൽ ക്യാമറ. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഫ്രോസൺ ബ്ലൂ കളർ മോഡലാണ്. 3GB 32GB വേരിയൻ്റ് ആണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കിനി ബോക്സ് തുറന്ന് അകത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ബോക്സിനകത്ത് ഒരു ചാർജർ ബ്രേക്ക്, അതുപോലെ തന്നെ ഒരു USB ചാർജിങ് കേബിൾ, Type-C ചാർജിങ് കേബിൾ അല്ല, നോർമൽ മൈക്രോ USB ചാർജിങ് കേബിളാണ് നമുക്ക് റിയൽമി C3യിൽ വരുന്നത്. ബോക്സിനകത്ത് ഇനി വേറെ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് തുറന്ന് നോക്കിയതാണ്. അതുപോലെ തന്നെ ഒരു സിം ഇജക്ടർ ടൂൾ, ഡോക്യുമെൻറ്റേഷൻ, യൂസർ ഗൈഡ്, വാറണ്ടി കാർഡ് നമ്മൾ ഇവിടെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. വാറണ്ടി കാർഡിൻ്റെ ഒരു ലെറ്റർ നമുക്ക് ഇതിനകത്ത് സാധാരണ കാണാറുള്ളതാണ്, ഇതിനകത്ത് കാണാനില്ല. അപ്പോൾ ഇനി നമുക്ക് ഫോണിൻ്റെ സ്റ്റിക്കറൊക്കെ പൊളിച്ച് കളഞ്ഞ് ആ ഫോണിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാം. നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. റിയൽമി 5iലുള്ള പോലെ തന്നെയാണ് നമുക്ക് ഫോണിൻ്റെ ബാക്കിൽ ഡിസൈൻ ഏകദേശം സെയിം തന്നെയാണ്. റിയൽമി 5iലാണെങ്കിലും റിയൽമി C3യിലാണെങ്കിലും അതുപോലെ തന്നെ ബട്ടൺ പ്ലേസ്മെൻറ്റും ഒക്കെ അവരുടെ ഒരു സ്ഥിരമായിട്ട് വരുന്നൊരു ഡിസൈൻ തന്നെയാണ്. ക്യാമറ ഒരു സൈഡിൽ മൂലയ്ക്കായിട്ടാണ് വരുന്നത്. താഴെ നമുക്ക് മൈക്രോ USB ചാർജിങ് പോർട്ട്, ഇയർഫോൺ ജാക്ക്, സ്പീക്കറൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ വോളിയം ബട്ടൺ ആണെങ്കിലും ലെഫ്റ്റ് സൈഡിലാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫോൺ ഓൺ ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം എന്തായാലും കുറച്ച് നേരം എടുക്കും ഫോൺ ഒന്ന് ഓണായി വരാനായിട്ട്. നമുക്കൊരു അല്പം നേരം കാത്തിരിക്കാം. ഓക്കെ, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഇതുവരെ നമ്മൾ റിയൽമി ഫോണുകളിൽ നമ്മൾ കണ്ടിരുന്നത് കളർ വൈസ് ആയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് റിയൽമി UI വേർഷൻ 1 ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു അട്രാക്റ്റീവ് ഡിസൈൻ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഫോൺ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഫോണാണ്. അതുപോലെ തന്നെ ഫോണിന് നല്ല ഹൈറ്റും ഉണ്ട്. ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ച് സ്ക്രീനുള്ള ഒരു ഫോണാണ്. അപ്പോൾ നല്ല ഹൈറ്റ് ഈ ഫോണിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൂവീസൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി ഒരു രസകരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം സ്ക്രീൻ സൈസ് കൂടുതലായതുകൊണ്ടാണ്. അതിന് നമുക്ക് സാർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാർ വാല്യൂ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹെഡ് വെയ്റ്റ് 1.113, ബോഡി വെയ്റ്റ് 0.531. ഇനി നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സിലെ അബൌട്ട് ഫോൺ സെക്ഷൻ ഒന്ന് എടുത്ത് നോക്കാം. റിയൽമി C3 റിയൽമി UI വേർഷൻ 1, ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ്. പ്രൊസസ്സർ ഒക്ടോകോർ പ്രൊസസ്സറാണ് റിയൽമി C3യിൽ വരുന്നത്. റാം 3GB റാം. ഡിവൈസ് സ്റ്റോറേജിൽ 32GB ഡിവൈസ് സ്റ്റോറേജിൽ 19.7GB ആണ് യൂസേഴ്സിന് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്.
അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആണ് നമുക്ക് റിയൽമി C3യിൽ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ ഫ്ലൂയിഡ് റെസ്പോൺസീവ് ഡിസൈനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. റിയൽമി C3യുടെ ഫേസ് റെക്കഗ്നിഷൻ നമുക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നോക്കാം. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫേസ് അൺലോക്ക് ആവുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ലൊരു ഫേസ് റെക്കഗ്നിഷൻ നമുക്ക് റിയൽമി C3യിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റിയൽമി C3യിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ അവൈലബിൾ അല്ല. കാരണം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫോണാണ്. 7000 രൂപ 8000 രൂപയ്ക്ക് ഇറക്കിയിരിക്കുന്നൊരു ഫോണാണ്. അപ്പോൾ അതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇല്ല, ഫേസ് റെക്കഗ്നിഷൻ ഉണ്ട്. അത് വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. റിയൽമി C3യിൽ ഫേസ് റെക്കഗ്നിഷൻ വളരെ എഫക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. തീർച്ചയായിട്ടും നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്സുകൾ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ചൊക്കെ സ്പേസ് നമുക്ക് അതുവഴി സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ക്യാമറയിലേക്ക് വരാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ നമ്മൾ വേറെ പോസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് നോർമൽ ഇൻബിൽറ്റ് ആപ്പിൽ നമുക്ക് ഒരുപാട് മോഡ്സ് അവൈലബിൾ ആണ്. വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, സ്ലോ മോഷൻ, പനോരമ, എക്സ്പേർട്ട് മോഡ്. റിയർ ക്യാമറയിൽ നമുക്ക് 720p 180p വീഡിയോ നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. റിയർ ക്യാമറയിലും നമുക്ക് വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടൈം ലാപ്സ് വീഡിയോ എടുക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് 720p 180p വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് റിയൽമി C3യിൽ അവൈലബിൾ ആണ്. ഫോൺ ഒരുവിധം ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ ഫോൺ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് റിയൽമി C3യിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണോ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ടാണോ വരുന്നത് നോക്കാം. റിയൽമി C3യിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ സ്റ്റോറേജ് ആവശ്യമുള്ളവർക്ക് എക്സ്പാൻഡബിൾ മെമ്മറി കാർഡ് യൂസ് ചെയ്ത് കൂടുതൽ ഫയൽസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.